ഗുരുവായൂരപ്പ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാമഹേശ്വരത്തിലേക്ക് സ്വാഗതം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാന ഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം. ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഹരിനാമകീർത്തനത്തിൻ്റെ 1ഉം 2ഉം ശ്ലോകം. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടേതായ കമൻറ്റുകൾ അറിയിക്കുക. എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ ഹരിനാമകീർത്തനത്തിൻ്റെ 3ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അതായത് ആനന്ദ ചിന്മയ ഹരേ, ആനന്ദ രൂപനും ബോധരൂപവുമാണ് ഭഗവാന്റെ സ്വരൂപം. ആനന്ദരൂപവും ബോധരൂപവുമാണ് ഭഗവാൻ. ഹരേ, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നവനായ ഭഗവാനെ. ഗോപികാരമണ, ഗോപികമാരെ രമിപ്പിച്ചവനെ. ഉണ്ണിക്കണ്ണ, ഞാൻ എന്ന അഹങ്കാരഭാവം ഈ ലോകത്തിൽ എനിക്ക് തോന്നാനിടയാകരുതേ ഭഗവാനെ, അതിനെന്നെ അനുഗ്രഹിക്കണമേ. അഥവാ എനിക്ക് ഞാനെന്ന ഒരു ഭാവം തോന്നുകയാണെങ്കിൽ അത് ഈ അഖിലവും ഞാനാണെന്നുള്ള ഒരു ബോധം എനിക്ക് ഉണ്ടാക്കിത്തരണമേ. ഇഷ്ടവരദായകനായ, ഏത് വരവും പ്രദാനം ചെയ്യുന്നതായ സാക്ഷാൽ ഗുരുവായൂരപ്പ നാരായണ, അങ്ങേക്ക് നമസ്കാരം. ഇതാണ് 3ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശ്വരനെ പ്രാപിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യബോധം എന്താണ്, ജീവൻ്റെ ലക്ഷ്യം എന്താണ്, അതിന് നമ്മൾ ആ വഴിയിലേക്ക് തിരിയുന്ന നമ്മുടെ മനസ്സിൽ ഒരിക്കലും അഹങ്കാരം എന്ന ഒരു ഭാവം ഉണ്ടാവാൻ പാടില്ല. അതുണ്ടായാൽ എല്ലാം തീർന്നു. അതായത് അഹങ്കാരം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് രാഗവും ദ്വേഷവും എല്ലാം ഉണ്ടാകും, അസൂയ എന്നിവ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ രാഗം എന്ന് പറയുമ്പോൾ കുറച്ച് പേരോട് സ്നേഹം, അതായത് എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുന്നവരോട് സ്നേഹം, കുറച്ച് പേരോട് വിദ്വേഷം, അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് വഴങ്ങാത്തവരോട് ദേഷ്യം. അങ്ങനെ അതിൽ നിന്ന് പകയും വൈരാഗ്യവും ഒക്കെ വർദ്ധിച്ചിട്ട് അവസാന അഹങ്കാരം കൊണ്ട് ബുദ്ധിശൂന്യത ഉണ്ടാവും. ബുദ്ധിശൂന്യത ഉണ്ടായാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? തനിക്ക് നാശം. അത് മനസ്സിലാക്കണം. അതിന് ഭഗവാന്റെ കരുണ ഉണ്ടാവണം, അതിന് ഭഗവാനോട് സ്നേഹം ഉണ്ടാവണം. ആ സ്നേഹം ഉണ്ടാവാൻ നമുക്ക് സഹജീവികളോട് സ്നേഹം ഉണ്ടാകണം. ഈ അഖിലത്തിലെ എല്ലാ ചരാചരങ്ങളും ഭഗവാന്റെ ഒരേ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം എന്നാണ് ആചാര്യൻ നമുക്ക് വേണ്ടി പറയുന്നത്, അല്ലെങ്കിൽ ആചാര്യൻ പറയുന്നത് ഭഗവാനോട്. ഞാനെന്ന ആ അഹങ്കാരഭാവം എനിക്കുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. അതുകൊണ്ട് ഞാനെന്ന ഭാവം അഥവാ ഉണ്ടെങ്കിൽ എനിക്ക് എന്തായിരിക്കണം? ഞാൻ ഈ അഖിലത്തിൻ്റെ എല്ലാം ആണ്.
എല്ലാം സമദൃഷ്ടിയോടെ കാണാനുള്ള മനസ്സ്, ആരോടും വിഷയവും ദേഷ്യവും വൈരാഗ്യവും ഒന്നും തോന്നാതെ ഈശ്വര എന്നുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ ശ്യാം. നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമത് തോന്നായ വേണമിക, തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ. നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ.